രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി പറയാൻ. ഒന്ന്, സർക്കാർ ആശുപത്രികളെ ചോറുംപൊതിയായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. കോട്ടയം മെഡിക്കൽ കോളേജിൽ ദീർഘകാലം ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന അഭയം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒരു പ്രവർത്തകനാണ്. കോവിഡ് കാലഘട്ടത്തിൽ ഡിസ്ട്രിക്ട് കളക്ടറും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും ഉൾപ്പെടെ ഞങ്ങളോട് ആവശ്യപ്പെട്ടു, പണമുണ്ടെങ്കിലും ഭക്ഷണം കൊടുക്കാനോ നിർവാഹമില്ല, മുഴുവൻ കടയടച്ചിരിക്കുന്നു, ആയിരക്കണക്കിന് രോഗികൾ ഭക്ഷണം കിട്ടാതെ 2 ദിവസമായി വലയുന്നു, മരുന്ന് കൊടുത്തിട്ട് പ്രയോജനമില്ല, അസുഖം ഭേദമാണെങ്കിൽ ഭക്ഷണം കൂടി വേണം, എന്തെങ്കിലും ഒരു പോംവഴിയുണ്ടോ? അന്ന് ഞങ്ങൾ വളരെ പെട്ടെന്ന് ആലോചിച്ച് മെഡിക്കൽ കോളേജിനടുത്ത് ഒരു ഹോട്ടൽ എടുത്ത് അഭയം ചാരിറ്റബിൾ സൊസൈറ്റി മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കോവിഡ് രോഗികൾക്ക് 3 നേരവും ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. 1.5 വർഷക്കാലത്തോളം വേണ്ടതെന്ന് ഞങ്ങൾ ആ ഭക്ഷണം കൊടുത്തത്. ഏതാണ്ട് 15,65,000 പേർക്ക് കൃത്യമായി ഞങ്ങൾ ഭക്ഷണം കൊടുത്തു. അത് അവിടെ മാത്രമായിരുന്നില്ല, കോട്ടയം പട്ടണത്തിൽ ഹോട്ടൽ വാടകയ്ക്കെടുത്ത് ഈ പട്ടണത്തിൽ ലോക്ക്ഡൗൺ പീരീഡിൽ ഭക്ഷണം കിട്ടാത്ത മുഴുവൻ ആളുകൾ കൊടുത്തു. ആ കൂട്ടത്തിൽ പത്രക്കാർക്കായിരുന്നു, നിങ്ങൾക്കറിയാം, അന്ന് പ്രസ് ക്ലബ്ബിൽ ഭക്ഷണം കിട്ടാൻ ഒരു മാർഗ്ഗമില്ലായിരുന്നു, ഞങ്ങൾ അവിടെയും ഭക്ഷണം എത്തിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് കൂട്ടിരിപ്പുകാർക്ക് എല്ലാം കോവിഡ് കാലഘട്ടത്തിൽ പൂർണ്ണമായി ഭക്ഷണം എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ പ്രവർത്തകൻ എന്ന രൂപത്തിൽ അത് വിതരണം ചെയ്തപ്പോൾ ഒരു അനുഭവം ഞങ്ങളുടെ മുമ്പിലുണ്ട്. പട്ടിണി കിടക്കുന്ന പാവങ്ങൾ, പണമുണ്ടെങ്കിൽ പോലും വാങ്ങാൻ സൗകര്യമില്ലാത്ത, വാങ്ങിക്കൊടുക്കാൻ ആളില്ലാത്ത ആളുകൾ, ഇങ്ങനെയുള്ളവർക്കെല്ലാം സമയോചിതമായതുകൊണ്ട് കൊടുക്കുന്ന ഏർപ്പാട്. അത് കേരളത്തിലുടനീളം തുടങ്ങി വെച്ച DYFI ആണ്. DYFI എടുത്ത് തുടങ്ങി വെച്ച പ്രവർത്തനം മറ്റ് ചില ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ചില സ്ഥലത്ത് കൂടുതലായി വരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൂടുതലായി DYFIക്ക് ചോറുംപൊതി കോവിഡ് കാലഘട്ടത്തിൽ കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ നേരിട്ടത് അഭയം ചാരിറ്റബിൾ സൊസൈറ്റി ഏറ്റെടുത്ത് ആ വിടവ് നികത്തി അന്ന് 1.5 വർഷക്കാലത്തോളം കൊടുത്തുകൊണ്ടിരുന്നു. അത് കൊടുത്തുകൊണ്ടിരുന്നുള്ള അനുഭവം ആയിരക്കണക്കിന് പാവങ്ങളായ രോഗികൾക്ക് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന് വെളിയിൽ നിന്ന് വന്നവർക്ക് ഉൾപ്പെടെ ആശ്വാസം പകരുന്ന ഒരു സന്ദർഭമായിരുന്നു. എത്രയോ ആളുകൾ അതിൻ്റെ ഞങ്ങൾ ചെയ്ത പ്രവൃത്തിയെ സംബന്ധിച്ചെന്ന് പ്രത്യേകമായി അഭിനന്ദനങ്ങളുമായി രംഗത്ത് വരുന്ന സ്ഥിതി. അവരേത് രാഷ്ട്രീയക്കാരാണെന്നോ, അവരേത് ജാതിയാണോ, ഏത് മതമാണെന്നോ, ഏത് തരത്തിൽ വോട്ട് ചെയ്യുന്നവരാണോ എന്ന് ചോദിച്ചിട്ടല്ല കൊടുത്തുകൊണ്ടിരുന്നത്. രോഗികളും കൂട്ടിരിപ്പുകാരും എന്ന ഒറ്റ പരിഗണനയാണ് ഇത് കൊടുത്തുകൊണ്ടിരുന്നത്. അവിടെ ഞങ്ങൾ കൊടുക്കുന്ന സന്ദർഭത്തിൽ വണ്ടിയിൽ ചിലപ്പോൾ ഒരു ബോർഡ് കാണും, അഭയം DYFI ആണ് വരുന്നതെങ്കിൽ DYFI. ഇങ്ങനൊരു ബോർഡ് വെക്കുന്നത് എന്തുകൊണ്ട്? അതിനൊരു പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ടാണ് അത് വെക്കുന്നതിൻ്റെ ഒരു ഗുണം? അത് കൊണ്ടുവരുന്ന ആളുകളിൽ ഏതെങ്കിലും ഒരു പാകപ്പിഴ സംഭവിച്ചാൽ ആ പാകപ്പിഴ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഭക്ഷണമാണ്. കൃത്യമായി അത് കൊടുക്കുന്ന കൂട്ടർ ആരാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമല്ലേ നമുക്ക് ആ ന്യൂനത ഉണ്ടെങ്കിൽ അത് തിരുത്തി പോകാൻ കഴിയുന്ന സാഹചര്യങ്ങളിലേക്ക് വരാൻ കഴിയും. ഇപ്പം മെഡിക്കൽ കോളേജിൽ DYFI കൃത്യമായി ഇത് കൊടുക്കുന്ന പോലെ തന്നെ അഭയം ചാരിറ്റബിൾ സൊസൈറ്റി അന്ന് ഇടക്കാലഘട്ടത്തിൽ കൊടുത്തുകൊണ്ടിരുന്ന പോലെ തന്നെ നവജീവൻ കുറേ വർഷങ്ങളായിട്ട് സായാഹ്നത്തിലേക്ക് കഞ്ഞി കൊടുക്കുന്നുണ്ട് കൃത്യമായി. എൻ്റെ ഗ്രാമം എന്ന് പറയുന്ന ഒരു സൊസൈറ്റി കൃത്യമായി പുന്നത്തറ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്, കമ്പനികളത്. അവർ കൃത്യമായി ഭക്ഷണമായി വരുന്നുണ്ട്. ഇങ്ങനെ വിവിധ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ചിലപ്പോൾ ആഴ്ചയിൽ 3 ദിവസവും 2 ദിവസങ്ങളും ഒക്കെ ആയി വരുന്നവരുണ്ട്. അപ്പോൾ വിവിധ സംഘടനകൾ കൊണ്ടുവരുമ്പോൾ ആ ഭക്ഷണം ഏത് സംഘടനയെന്ന് നോക്കിയിട്ട് മാത്രമല്ല വാങ്ങിക്കുന്നത്, വിശക്കുന്നു എന്നുള്ളത് കൊണ്ട് മനുഷ്യത്വം മുന്നിൽ നിർത്തിക്കൊണ്ട് വിശക്കുന്നവർക്കെല്ലാം ഭക്ഷണം ഏത് രാഷ്ട്രീയക്കാരെന്നോ മതക്കാരെന്നോ ജാതിക്കാരെന്നോ അത് കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ അന്നം യഥാർത്ഥത്തിൽ ഇന്ന് ഹോസ്പിറ്റൽ കോമ്പൗണ്ടുകൾ പാടില്ല എന്ന രൂപത്തിലേക്ക് വകുപ്പ് മന്ത്രി കർശനമായ ചില നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് വരുമ്പോൾ അത് ഒരു മാനവീയതയ്ക്കെതിരാണ്, മനുഷ്യത്വത്തിനെതിരാണ്. സർവോപരി ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ പോലും ഇത്തരം ഒരു അഭിപ്രായം പറയാൻ യഥാർത്ഥത്തിൽ എങ്ങനെ ധൈര്യം വരുന്നു, എങ്ങനെ മനസ്സ് വരുന്നു? ആ രൂപത്തിൽ അതിനെ കാണുന്നത്. അതുകൊണ്ട് അത്തരം ഒരു നിലപാടിലേക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി പുറപ്പെടുവിച്ച പ്രസ്താവനയും തുടർന്ന് അദ്ദേഹം കോമ്പൗണ്ടർ കെയറിലെ കമ്മ്യൂണിറ്റി കിച്ചൺ നടത്താറുണ്ട്.
യഥാർത്ഥത്തിൽ ലോക്ക്ഡൗൺ പീരീഡിൽ കമ്മ്യൂണിറ്റി കിച്ചൺ നടത്താൻ ഏതെങ്കിലും ഒരു ആശുപത്രിക്ക് കഴിയില്ല പെട്ടെന്ന്. ആശുപത്രിയിലെ രോഗികളുടെ കാര്യത്തിനും പരിചരണത്തിനും വരുന്ന രോഗികൾ എങ്ങനെയാണ് ഇതിനുവേണ്ടി പ്രത്യേക സംവിധാനത്തിലേക്ക് വരിക? അതിന് വിഭവങ്ങൾ സമാഹരിക്കണ്ടേ, അത് പാകപ്പെടുത്തി കൊടുക്കണ്ടേ, അതേപോലെ തന്നെ അതിൻ്റെ കൃത്യത നോക്കണ്ടേ, ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടക്കണ്ടേ, ഇതെല്ലാം നോക്കിയിട്ട് വേണ്ടേ അവർക്ക് കൊടുക്കാൻ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ചെയ്യുമ്പോൾ. അപ്പോൾ അത് അപ്രായോഗികമായ ഒരു കാര്യമെന്നുണ്ടെങ്കിൽ പരീക്ഷിച്ച് ഒരുപക്ഷെ ചില സ്ഥലത്ത് പരാജയപ്പെട്ടൊരു കാര്യമാണ്. വീണ്ടും അത്തരൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് കമ്മ്യൂണിറ്റി കിച്ചൺ ആശുപത്രിക്കകത്ത് സംഘടിപ്പിച്ച് കൊടുക്കുമെന്നാണ്. അത് തികച്ചും അശാസ്ത്രീയമായ അപ്രായോഗികമായ കാര്യം. ഇനി സംഘടനകളുടെ പേര് വെക്കുന്നത്, ഇപ്പോൾ കോട്ടയം ജില്ലയിൽ തന്നെ ബഹുമാനായ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പിതാവിൻ്റെ പേരിൽ ജില്ലാ ആശുപത്രിയിൽ ഒരു ചാരിറ്റബിൾ സംഘടനയും കൊണ്ടു കൊടുക്കുന്നുണ്ട് ഭക്ഷണം. അവർ ബോർഡും വെച്ചാൽ കൊടുക്കുന്നത്, പടവും വെച്ചാൽ കൊടുക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സംഘടന അങ്ങനെ വരുന്നു കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ആരെങ്കിലും എതിർപ്പ് ഏതെങ്കിലും രോഗികളോ വാങ്ങുന്നവരോ പറഞ്ഞിട്ടുണ്ട്? യഥാർത്ഥത്തിൽ DYFI വാങ്ങുന്ന ഭക്ഷണമാണെങ്കിൽ വീടുകളിൽ പോയി കളക്ട് ചെയ്യണം. ഓരോ വീട്ടുകാരും എത്ര താല്പര്യപൂർവ്വമാണ് ഹൃദയപൂർവ്വം പദ്ധതിയിലേക്ക് ചോറും പൊതി പാക്ക് ചെയ്ത് കൃത്യമായി DYFI പ്രവർത്തകരുടെ കയ്യിൽ കൊടുത്ത് അത് സേവന സന്നദ്ധതയോടുകൂടി മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഒന്നും പൊതി മാത്രമല്ല, അവർക്ക് ആവശ്യത്തിനുള്ളതാണ് 2, 3, 4 ഒക്കെ വാങ്ങുന്നവരുണ്ട്. അപ്പോൾ പട്ടിണി കിടക്കാതെ പോകുന്നൊരു സാഹചര്യം പൊതുവിൽ നാട്ടുപ്രദേശത്തെ നഗരപ്രദേശത്തിലെ ജനങ്ങളിൽ നിന്ന് സമാഹരിച്ചു കൊണ്ടുവന്ന് ഈ ചോറ് പോയി കൊടുത്ത് നാട്ടിലാകെ വലിയ രൂപത്തിൽ ആശ്വാസം പോരുന്നൊരു പ്രവർത്തനം എന്ന രൂപത്തിൽ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് തുരങ്കം വയ്ക്കുന്ന രൂപത്തിലേക്കുള്ളൊരു പ്രഖ്യാപനം നടത്തുക, അതിന് നിരോധനത്തിൻ്റെ ഉത്തരവ് വരിക, കുറച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഇങ്ങനെയാണ് പറഞ്ഞത് രൂപത്തിലേക്ക് വരിക. ഒരു U-ടേൺ ഗവൺമെൻറ്റാണ് ആദ്യം മുതൽ ഈ ഗവൺമെൻറ് നമ്മൾ കണ്ടു. അത് എല്ലാ വകുപ്പിലും ഇതുപോലെ തന്നെ വന്നുകൊണ്ടിരിക്കുക. ഓരോന്നിലും U-ടേൺ എടുക്കുന്നു. ഇത് പറയുമ്പോഴും ഇതാളുകളെ പരിഹസിക്കുമ്പോഴും ഒക്കെ യഥാർത്ഥത്തിൽ ഇതൊക്കെ പരിശോധിച്ച് വേണ്ടേ പറയാം. യഥാർത്ഥത്തിൽ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി നിലവിലുള്ള ആരോഗ്യപരിപാലന രംഗത്ത് ശ്രദ്ധിക്കപ്പെടേണ്ടതായ പ്രശ്നങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നുണ്ടോ? നമ്മളിപ്പോൾ കണ്ടു പല രൂപത്തിൽ മുമ്പെങ്ങും കേട്ടിട്ടില്ലാത്ത രോഗങ്ങൾ ഓരോന്നോരോന്നായി നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുക. ആ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാനോ മറ്റ് ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ രോഗങ്ങളുണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ കൃത്യമായി നടക്കാൻ വന്നതിനെ തുടർന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അതിൻ്റെ ഭാഗമായി ഉടലെടുത്തിട്ടുള്ള ഒട്ടേറെ രോഗങ്ങൾ, പനി അടക്കമുള്ള, ഷിഗല്ല അടക്കമുള്ള രോഗങ്ങൾ ഓരോ ഘട്ടങ്ങളിലും വന്നുകൊണ്ടിരിക്കും നമ്മൾ കാണുകയാണ്. അങ്ങനെയുള്ളതിനെയൊക്കെ പ്രതിരോധിക്കാൻ പിന്നെ ഇപ്പോൾ വന്നപ്പോഴും ആ രംഗത്തെടുത്ത ഒരു സമീപനം നമ്മൾ കണ്ടു, മുമ്പത്തെ നിലപാടും കണ്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ അതീവ ജാഗ്രതയോടുകൂടി ആരോഗ്യപരിപാലന രംഗത്ത് ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് എല്ലാ സൗകര്യവും ഉറപ്പാക്കാൻ ബാധ്യതപ്പെട്ട ആരോഗ്യവകുപ്പും അതിൻ്റെ ഓരോ സമീപനങ്ങളും തലതിരിഞ്ഞ രൂപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രൂപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ചോറും പൊതി കൊടുക്കരുത് എന്ന് പ്രഖ്യാപിക്കുന്നതുകൊണ്ട്, ഇത് കൊടുപ്പിക്കാതിരിക്കുന്നതുകൊണ്ട് എന്ത് നേട്ടമാണ് ഗവൺമെൻറ് ഉണ്ടാകുന്നത്? പാവപ്പെട്ട രോഗികൾക്ക്, ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആശ്വാസം ഇല്ലാതാക്കാൻ എന്ത് തരത്തിലുള്ള പ്രേരണയാണ് ഇവർക്കുണ്ടായിട്ടുള്ളത്? അതുകൊണ്ട് ഏറ്റവും അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു നിലപാടാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു കാരണവശാലും ഈ ഹൃദയപൂർവ്വം പദ്ധതി ഉൾപ്പെടെ നിരവധി ചാരിറ്റബിൾ ഓർഗനൈസേഷൻ വിവിധ ആശുപത്രിയിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്നവർക്കൊക്കെ തുടരാനുള്ള അവസരം ഉണ്ടാകണം. ഞങ്ങളിത് ദീർഘകാലം വലിയ രൂപത്തിൽ ചെയ്തിരുന്നതാണ്. കോട്ടയം കേന്ദ്രീകരിച്ച് ഇവർ പ്രവർത്തിക്കുന്ന അഭയം ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഏറ്റവും കൂടുതൽ ഈ ജില്ലയിൽ, ഒരുപക്ഷെ സ്റ്റേറ്റിൽ തന്നെ ലോക്ക്ഡൗൺ പീരീഡിൽ മെഡിക്കൽ കോളേജിൽ 3 നേരവും ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്ന വലിയ ദൗത്യമായിരുന്നു ഏറ്റിരുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 15 ലക്ഷത്തിൽ പരം ഞങ്ങളും ഭക്ഷണം കൊടുത്തിരുന്നു. ആ നിലയിൽ ഇപ്പോഴും DYFIയുടെ പ്രവർത്തനം കൃത്യമായി തുടരുന്നുണ്ട്. എൻ്റെ ഗ്രാമം പദ്ധതിയുണ്ട്, നവജീവൻ്റെ ഉണ്ട്. ഇതെല്ലാം മെഡിക്കൽ കോളേജിലാണെങ്കിൽ മറ്റ് സ്ഥലത്ത് മറ്റ് പ്രാദേശിക ഘടകങ്ങൾ ഉൾപ്പെടെയുള്ള ചില ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അതൊന്നും നിർത്തിവെക്കാൻ പാടില്ല, അത് അനുസ്യൂതം തുടരണം. അത് നിർത്തിവെക്കാനുള്ള നീക്കങ്ങൾ വന്നാൽ അതിനെതിരെ ഏത് തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് അത് സംരക്ഷിച്ചു പോകാൻ, ആ ഹൃദയപൂർവ്വം പദ്ധതി സംരക്ഷിച്ചു പോകാൻ ആവശ്യമായ ഇടപെടൽ എല്ലാ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ നടത്തും. ഞങ്ങൾ അഭയം ചാരിറ്റബിൾ സൊസൈറ്റി നടത്തും എന്ന കാര്യമാണ് ആ വിഷയത്തിൽ എടുത്തു സൂചിപ്പിക്കാം. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ വന്നത്, ഇപ്പോൾ ഇന്നത്തെ
കിട്ടിയ ഏറ്റവും അവസാനത്തെ സൂചന അനുസരിച്ച് നമുക്കറിയാം, വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനൗൺസ് ചെയ്തൊരു കാര്യം, യഥാർത്ഥത്തിൽ ഇപ്പോൾ വൈദ്യുതി ക്ഷാമം ക്ഷണിച്ചു വരുത്തിയതാണ്. മാർച്ച് ഏപ്രിൽ മാസത്തിൽ കേരളത്തിൽ 103 ദശലക്ഷം യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിച്ചിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ പോലും പവർ കട്ട് വേണ്ടി വന്നില്ല. ഇപ്പോൾ 93 ദശലക്ഷം യൂണിറ്റിൻ്റെ ആവശ്യം വന്നപ്പോൾ പവർ കട്ട് എന്തുകൊണ്ട് വന്നു? നമുക്കിപ്പോൾ വിവിധ സ്ഥലത്ത് നിന്ന് വാങ്ങാൻ വേണ്ടിയുള്ള അനുമതി റെഗുലേറ്ററി കമ്മീഷൻ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഇന്ന് റെഗുലേറ്ററി കമ്മീഷൻ ഒരു വിശദീകരണം വന്നിരിക്കുന്നു. ആ വിശദീകരണത്തിൽ പറയുന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഇത് വാങ്ങാൻ വേണ്ടിയുള്ള അനുമതി ചോദിച്ച് അത് ബിഡ് ക്ഷണിച്ചു, ആ ബിഡ് ഓപ്പൺ ചെയ്തിട്ട് 14 ദിവസം കഴിഞ്ഞിട്ടും റെഗുലേറ്ററി കമ്മീഷനെ അറിയിച്ചിരുന്നില്ല എന്നാണ്. അപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ്റെ ഭാഗത്തല്ല പെശക്, സംസ്ഥാനത്തെ ഇലക്ട്രിസിറ്റി വകുപ്പ് ബോർഡിൻ്റെയും ഇലക്ട്രിസിറ്റി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഭാഗത്തു നിന്നാണ് യഥാർത്ഥത്തിൽ റെഗുലേറ്ററി കമ്മീഷനെ അറിയിച്ച് കൃത്യമായി അതിന് അനുമതി വാങ്ങി 5.something പൈസ കൊടുത്ത് വൈദ്യുതി വാങ്ങി ഈ അന്ധകാരം ഒഴിവാക്കാമായിരുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ വേൾഡ് കപ്പ് ഇന്നലെ കഴിഞ്ഞെങ്കിൽ പോലും അതിനിടയ്ക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എത്രയോ സ്ഥലത്ത് വലിയ രൂപത്തിലുള്ള സംഘർഷഭരിതമായ സാഹചര്യം വന്നു. മാത്രമല്ല, കുട്ടികൾ പഠിക്കുന്ന സ്ഥലങ്ങളിൽ എത്രയോ പ്രയാസങ്ങൾ വന്നിരുന്നു. സംസ്ഥാനത്ത് തന്നെ 1-2 ജീവൻ തന്നെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ പ്രവർത്തിക്കാതെ വന്നതിനെ തുടർന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നു. മെഴുകുതിരി കത്തിച്ചു വെച്ച് അത് മറിഞ്ഞു വീണ് ഒരമ്മ മരിക്കുന്ന സാഹചര്യം വന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ പവർ കട്ടല്ല, ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരു അതിഥിയെ പോലെയായി കറണ്ട് ചില സ്ഥലത്ത് മാറുകയാണ്. ഈ അന്ധകാരത്തിൽ ഇടയ്ക്കിടയ്ക്ക് എത്തുന്ന കൊള്ളിയാൻ വെട്ടമീ രക്തസാക്ഷിന് മുമ്പ് പാടം നമ്മൾ കേട്ടെന്ന് പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് അന്ധകാരത്തിൽ വന്നു പോകുന്ന ഒരു പവർ സപ്ലൈ ആയി മാത്രം പവർ സപ്ലൈ കേരളത്തിൽ മാറുകയാണ്. അപ്പോൾ അത്തരം മാറുന്നുവെന്ന് മാത്രമല്ല, ഇപ്പോൾ വിവിധ തരങ്ങളിൽ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകൾ പല സ്ഥലങ്ങളിൽ അതിന് അനൗദ്യോഗികമായിട്ടുള്ള നിർദ്ദേശം കൊടുത്ത് വഴിവിളക്കുകൾ കത്തിക്കാത്ത രൂപത്തിൽ വരികയാണ്. അപ്പോൾ രാത്രി കാലങ്ങളിൽ ഇപ്പോൾ ഇന്നത്തെ ഞാൻ ഈ ജില്ലയിൽ പ്രത്യേകിച്ച് ഇതിനടുത്ത് പറയാനായിട്ട് കാരണം ഇന്നത്തെ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള 2 പ്രധാനപ്പെട്ട വാർത്തകൾ. ആ അന്ധകാരം ഉണ്ടായിരുന്ന പ്രദേശങ്ങളിൽ വീട് കുത്തി തുറന്ന് വലിയ മോഷണങ്ങൾ ഈ ജില്ലയിൽ നടന്നിരിക്കുന്നു. ഒന്ന് മീനടം പഞ്ചായത്തിലാണ് വലിയ മോഷണം നടന്നിരിക്കുന്നത്, മറ്റൊന്ന് തൊട്ടപ്പുറത്ത് ഭാഗത്ത് നടന്നിരിക്കുന്നു, വെട്ടത്തുകോല പ്രദേശത്ത്. അപ്പോൾ അന്ധകാരത്തിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഈ പവർ കട്ടിൻ്റെ സന്ദർഭം പ്രയോജനപ്പെടുത്തി വലിയ മോഷ്ടാക്കളുടെ സംഘം നമ്മുടെ ജില്ലയിലേക്കും സംസ്ഥാനത്തിൻ്റെ വിഭാഗത്തെയും കടന്നിരിക്കുന്നു. ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നു. ഒപ്പം രാത്രികാലങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള സന്ദർഭത്തിൽ വൈദ്യുതി ഇല്ലാതെ വരുന്നു. ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട മെഷീനുകൾ പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നു. ഇങ്ങനെ വിവിധ തരത്തിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ കഴിഞ്ഞ 1 ദശാബ്ദക്കാലം പവർ കട്ട് എന്താണെന്നറിയാത്ത ഒരു പുതിയ തലമുറയെ പവർ കട്ട് മാത്രമല്ല, ലോഡ് ഷെഡിങ് മാത്രമല്ല, വല്ലപ്പോഴും വരുന്ന വൈദ്യുതിയായി വൈദ്യുതി മാറുന്നു എന്ന് പഠിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് വൈദ്യുതി രംഗം മാറ്റി തീർത്തത് ക്ഷണിച്ചു വരുത്തിയ ഒരന്ധകാരമാണ്. കാലേക്കുട്ടി ഭാവനയോടുകൂടി നീങ്ങിയിരുന്നെങ്കിൽ ഇന്നത്തെ റെഗുലേറ്ററി കമ്മീഷൻ്റെ മറുപടി അനുസരിച്ച് 14 ദിവസങ്ങൾക്ക് ശേഷം അവരെ അറിയിക്കുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്ന് വൈദ്യുതി മന്ത്രി വിശദീകരിക്കട്ടെ. അപ്പോൾ അങ്ങേയറ്റത്തെ അനാസ്ഥയും കെടുകാര്യസ്ഥതയുടെയും ജനങ്ങളോടുള്ള ഉത്തരവാദിത്ത രാഹിത്യത്തിൻ്റെയും അല്ലെങ്കിൽ വെല്ലുവിളിയുടെയും ഭാഗമായി അന്ധകാരത്തിലേക്ക് ഈ നാടിനെ മാറ്റുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഏറ്റവും അവസാനമായി വന്നിരിക്കുന്ന പുതിയ സാഹചര്യം. അതിൻ്റെ ഫലമായി നാടാകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വിഷമകരമായ സ്ഥിതിവിശേഷം. ആ സ്ഥിതിവിശേഷം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ചെയ്യേണ്ട പ്രവൃത്തികൾ അവരുടെ ഉത്തരവാദിത്തം ഒളിച്ചോടാതെ സമയബന്ധിതമായി ചെയ്യുക വഴി മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയൂ എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ കൂട്ടിച്ചേർക്കുകയാണ്. ഇല്ല, അഭയം നമ്മൾ നേരത്തെ തന്നെ ഇപ്പോഴും ഓടുകയാണ്. അഭയം നമ്മൾ തുടങ്ങിയിട്ട് 10 വർഷത്തോളമായി. അഭയം ചാരിറ്റബിൾ സൊസൈറ്റി വിവിധ ആശുപത്രികളിൽ വിവിധ തരത്തിലുള്ള ചികിത്സാ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളടക്കം നേരത്തെ തൊട്ട് ഏറ്റെടുത്തിരുന്നു. ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് കാലഘട്ടത്തിൽ ഭക്ഷണം കൊടുത്തത്. അതായത് ചോദിച്ച് 15 ലക്ഷത്തിൽ 65,000-ഓളം പേർക്ക് കൊടുത്തിരുന്നു.
DYFI പൂർണ്ണമായി ആ ചുമതല ഏറ്റെടുത്തപ്പോൾ ആ കാര്യത്തിൽ അവിടുന്ന് മാറിയിട്ട് മറ്റ് സ്ഥലങ്ങളിൽ കൊടുക്കുന്ന രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. ആശുപത്രിയുടെ പ്രത്യേക സ്ഥലം കേന്ദ്രീകരിച്ച് ഇങ്ങനെ ബോർഡ് കെട്ടിയും മറ്റ് കുടികൾ സ്ഥാപിച്ച് നടത്താൻ പാടില്ല എന്നാണ് പറഞ്ഞത് മന്ത്രിയുടെ നിലപാട്. ഇല്ല, മന്ത്രി പറഞ്ഞത് നിങ്ങളും ഞാനും കേട്ടതാണ്. ആശുപത്രി കോമ്പൗണ്ടിലേക്ക് ആരും പൊടിയും അതുപോലെ വാഹനങ്ങളുമായി വന്ന് ഭക്ഷണം വിതരണം ചെയ്യേണ്ടതില്ല. ബാനറും കെട്ടി അത് അനുവദിക്കുകയില്ല. മാത്രമല്ല അതിന് വേറെ ഞങ്ങൾ ആശുപത്രിക്കുള്ളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ സംഘടിപ്പിച്ച് കൊടുക്കാനുള്ള സൗകര്യം ഉറപ്പാക്കും. എവിടെയെങ്കിലും ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്? എവിടെയെങ്കിലും അങ്ങനെ പ്രായോഗികമായി നടപ്പാക്കിയിട്ടുണ്ട്? ഏതെങ്കിലും കാലഘട്ടത്തിൽ ഗവൺമെൻറ് അതിന് മുൻകൈ എടുക്കുന്നു? കോവിഡ് കാലഘട്ടത്തിൽ പോലും അതിന് കഴിയാതിരുന്നു എന്നുള്ളത് ഞാൻ ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ഒന്നാന്തര ഉദാഹരണമാണ്. 1.5 വർഷക്കാലത്തോളം ആ ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന വിധത്തിൽ ഞങ്ങൾ പോയി, ഞങ്ങളെല്ലാം ചേർന്ന്. രോഗികൾ എത്ര വിഷമം കഴിഞ്ഞിരുന്ന ഘട്ടത്തിലായിരുന്നു ആ ആശ്വാസവുമായി ഞങ്ങൾ പോയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മനുഷ്യത്വം എന്ന് പറയുന്നതാണ് ഏറ്റവും. വീടുകളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം വാങ്ങിക്കൊണ്ടേ എത്രയോ കഷ്ടപ്പെട്ടാണ് ചെറുപ്പക്കാർ അത് വാങ്ങിക്കൊണ്ടേ. അത് യഥാർത്ഥത്തിൽ ചൗപ്പട്ടിയുടെ കടങ്കഥ പറയുന്ന പോലല്ലേ, ഉപയോഗിക്കുന്നവൻ വാങ്ങുന്നില്ല, വാങ്ങുന്നവൻ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഇത് ഉണ്ടാക്കിത്തരുന്നവരാരും ഇത് ഉപയോഗിക്കുന്നില്ല, വാങ്ങുന്നവരും ഉപയോഗിക്കുന്നില്ല. കൊടുക്കുന്ന ആൾ വാങ്ങുന്നവർ മാത്രമേ, ഏറ്റുവാങ്ങുന്നവർ മാത്രമേ അത് കഴിക്കുന്നുള്ളൂ. ആര് തരുന്നു, എവിടുന്ന് വാങ്ങിക്കുന്നു ഒന്നും ചോദിക്കുന്നില്ല. എന്നുവെച്ചാൽ അത് ഒരു വലിയ പ്രോസസ്സാണ്, വലിയൊരു പ്രക്രിയയാണ്, വലിയൊരു മനുഷ്യത്വപരമായ പ്രവർത്തനമാണ്. അവിടെയാണ് നമ്മൾ ധാർമ്മികത കാണുന്നത്. മനുഷ്യനെ സ്നേഹിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങളുടെ ഏറ്റവും ഉന്നത ഉദാത്തവുമായ മാതൃക സംഘടിപ്പിച്ചതാണ് DYFI ഒരു ദശാബ്ദക്കാലമായി ഈ രംഗത്ത് നടത്തിവരുന്ന ആ പ്രവർത്തനം. ആ കൂട്ടത്തിൽ വിവിധ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഞങ്ങൾ ഉൾപ്പെടെ ഈ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിലേക്ക് വരാനുള്ള കാരണം മുൻപ് CPM-ന്റെ ഭാഗമായ ഒരു മുതിർന്ന നേതാവിന്റെ പ്രതികരണമാണല്ലോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ എത്തിയത്. അപ്പം ഇതെല്ലാം നേരിട്ട് അറിയാവുന്ന ആൾ തന്നെ അങ്ങനെ തള്ളി പറഞ്ഞത് ഒരു അതിനെങ്ങനെ നോക്കുകയാണ്? അല്ല, ആരെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് ഉത്തരവാദിത്വ ബോധമുള്ള മന്ത്രി അതിനെ ഏറ്റുപിടിക്കാവും. നമ്മളതിനകത്ത് കാണേണ്ടത്, ഞാൻ ഒരു മന്ത്രിയായിരുന്ന ആളാണ്. ഒരു മന്ത്രി എപ്പോഴും കേരളത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ താല്പര്യമോ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ താല്പര്യമോ ഒരു രാഷ്ട്രീയത്തിൻ്റെ താല്പര്യമോ ഒന്നും അല്ല പരിഗണിക്കുന്നത്. പൊതു താല്പര്യമാണ്. നമ്മൾ ഭരണഘടനയെ പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തതാണ്. പക്ഷപാതപരമായോ പ്രീതിയോടുകൂടിയോ മമതയോടുകൂടിയോ ഒന്നും പ്രവർത്തിക്കാതെ ഞാൻ കൃത്യമായി ഭരണഘടന ഉയർത്തിപ്പിടിച്ച് എല്ലാവരെയും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ പ്രതിജ്ഞാബദ്ധനാണ്. ആ പ്രതിജ്ഞാബദ്ധനായ ഒരു മന്ത്രി ആരുടെയെങ്കിലും ഒരു പ്രസ്താവന കേട്ടിട്ട് ആ പ്രസ്താവനയുടെ പുറകെ പോയി അത് ഒരു ഓർഡറാക്കും എന്ന് പ്രഖ്യാപിക്കാവും. അതോടുകൂടി ആ മന്ത്രിയുടെ യഥാർത്ഥത്തിൽ ദീർഘവീക്ഷണവും സത്യപ്രതിജ്ഞാ ലംഘനത്തിലേക്കും വരുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയല്ലേ. ഒരിക്കലും പാടില്ല. ഞാനൊരു പ്രസ്താവന നടത്തുമ്പോൾ ഞാൻ 100 വട്ടം ആലോചിക്കണം. ആ പ്രസ്താവന കൊണ്ടുണ്ടാകുന്ന ഗുണവും ദോഷവും നിവൃത്തിയുണ്ടെങ്കിൽ കാര്യങ്ങളെ സംബന്ധിച്ച് എല്ലാം പഠിച്ചതിന് ശേഷം പറയാൻ ശ്രമിക്കുക. നമുക്ക് അതിൻ്റെ ഒരുപരാഴിക മനസ്സിലാക്കിയതിന് ശേഷം പറയുക. ഇതിപ്പോൾ ഇവർ പലതും പറയുന്നവർ യൂട്യൂബിൽ വരികയല്ലേ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു പോകാമോ? പാടില്ല. നിശ്ചയമായിട്ട് ആ പ്രതികരണം പുറത്തേക്ക് വന്നത് ഏതാണ്ട് തീരുമാനം എടുത്ത് നീക്കങ്ങൾ മറ്റുള്ളവരെല്ലാം നിരോധിക്കാൻ പോകുന്നു എന്ന വാശിയിലാണ് പ്രഖ്യാപിച്ചത്. അതാ ഞാൻ യൂട്യൂബ് പറഞ്ഞത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സ്ഥലം പ്രവർത്തനം പോലും നടത്തിക്കാതെ സ്ഥലം കയ്യേറി നടത്തിയ പ്രവർത്തനത്തിനെതിരെ പറഞ്ഞു. അവിടെ എന്തായാലും നടത്തിക്കില്ല എന്ന് തന്നെയാണ് മന്ത്രി വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആലപ്പുഴയിൽ വെച്ചിട്ടുള്ള പ്രവർത്തികൾ നടത്തിക്കില്ല എന്ന് വീണ്ടും പറയുന്നത്. മറ്റ് മെഡിക്കൽ കോളേജുകൾ നടത്തി, പക്ഷെ ആലപ്പുഴയിൽ അവിടെ സ്ഥലം കയ്യേറിയിരിക്കുകയാണെന്നുള്ള ആരോപണമാണ് മന്ത്രി. അഖിലേ, അങ്ങനെയല്ല. ആദ്യത്തെ ദിവസത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങളും ഞാനും കേട്ടു. യെസ്, അദ്ദേഹം നന്നായി മലക്കം പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആ യൂട്യൂബിലേക്ക് പോകാം. ഒരു മന്ത്രി അങ്ങനെ വരാൻ പാടില്ല. അദ്ദേഹം നാട് ഭരിക്കുന്ന കേരളത്തിലെ 3.5 കോടിയിൽ പരം വരുന്ന ജനതയുടെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികമായ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധനായ ഒരു മന്ത്രിയാണ്. ഭരണഘടനയെക്കുറിച്ച് സത്യപ്രതിജ്ഞ മന്ത്രിയാണ്. ആ മന്ത്രി ആലപ്പുഴയിൽ ഏതെങ്കിലും വിതരണം ചെയ്യുന്നിടത്തൊരു പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി കേരളത്തെ ആകെ, ഒരു പൊതു സംവിധാനത്തെ ആകെ, ഒരു മനുഷ്യത്വത്തിൽ ഇടപെടുന്ന പ്രവൃത്തിയാകെ അട്ടിമറിക്കുന്ന രൂപത്തിലേക്ക് വരാവും. ആലപ്പുഴ മാത്രം ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും അനധികൃതമായിട്ട് വരുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട്, അവിടുത്തെ സൂപ്രണ്ടെ വിളിച്ചിട്ട് പറയാം,
നിങ്ങൾ ഈ കാര്യത്തിൽ അവിടെ കൊണ്ടുവരുന്ന ഇടപെടുന്ന രംഗത്ത് ഇന്ന പോരായ്മകളുണ്ട്, അവരുമായി ചർച്ച ചെയ്ത് അത് പരിഹരിക്കണം. കോട്ടയം മെഡിക്കൽ കോളേജ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ നിരവധി ഘട്ടങ്ങളിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ഞങ്ങളൊക്കെ ഇടപെട്ട, ഞാനിവിടുത്തെ ജനപ്രതി എന്ന രൂപത്തിൽ ഇടപെട്ടു, സൂപ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ഓരോ സംഘടനയെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഏത് രൂപത്തിൽ എവിടെ നിന്ന് കൊടുക്കാനാണ് സൗകര്യം. ചിലപ്പോൾ 2-3 കൂട്ടർ ഒരുമിച്ച് വരുമ്പോൾ ഒന്ന് വാങ്ങാൻ വരുന്നവർക്ക് വിഷമങ്ങളുണ്ടാകും. അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി ശാന്തമായി നിന്ന് ഭക്ഷണം വാങ്ങി കൊണ്ടുപോയി കഴിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന രൂപത്തിൽ അവിടുത്തെ അധികൃതരും കൊടുക്കുന്ന കൂട്ടരും തമ്മിലിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടത്. ആരെങ്കിലും പറയുന്നത് കേട്ട് എടുത്തിയാടി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയല്ല വേണ്ടത്. കാര്യങ്ങൾ പഠിച്ചും മനസ്സിലാക്കിയും അതിൻ്റെ വരുംവരായികൾ മനസ്സിലാക്കിയും, പ്രത്യേകിച്ച് ആതുര സേവന രംഗമാണ്. അവിടെ എത്ര ജാഗ്രതയോടെ, എത്ര ഉൾക്കാഴ്ചയോടുകൂടി, എത്ര സമയത്തോടെ, എത്ര സഹിഷ്ണുതയോടെയും സംയമനത്തോടെ ഇടപെട്ടാലാണ് ആതുര സേവന രംഗത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ആ ഒരു ബോധം എപ്പോഴും യഥാർത്ഥത്തിൽ ഉണ്ടാവണം എന്നതാണ്. മുമ്പ് അദ്ദേഹം തന്നെ മന്ത്രി അല്ലാതിരുന്നപ്പോൾ നമ്മൾ കേട്ടതാണ്, എണ്ണം കെട്ടവർ നാട് ഭരിച്ചാൽ നിപ്പയും ഒവ്വാലും പറഞ്ഞല്ലോ. കെ ആന്റണി ഭരിച്ചു, കെ കരുണാകരൻ ഭരിച്ചു, അന്നൊന്നും ഇങ്ങനെയുള്ള ഒവ്വാലോ അല്ലെങ്കിൽ നിപ്പയോ ഒന്നും വന്നില്ലല്ലോ. ഇപ്പോൾ അദ്ദേഹം വന്ന് കയറി ഏറ്റെടുത്തപ്പോൾ തന്നെ നേരെ നിപ്പ നേരെ പ്രത്യക്ഷപ്പെട്ടല്ലോ. ആ എണ്ണം കെട്ടവർ ആ പട്ടികയിൽ അങ്ങേര് ഞങ്ങൾ കാണുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രയോഗത്തിൽ. അങ്ങനെയുള്ള പ്രയോഗം ഒരിക്കലും ഒരു ഭരണാധികാരിയെക്കുറിച്ച് ആരും നടത്തുന്നത് ശരിയല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പരിഹാസവും ആക്ഷേപവും യഥാർത്ഥത്തിൽ അടിസ്ഥാനരഹിതമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് നടത്തുകയും ഭരണപക്ഷത്ത് വരുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ മറ്റൊരു രൂപത്തിലേക്ക് നടക്കുകയും ചെയ്യുന്ന നിരവധി ശൈലികൾ ഇവിടെ പല മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ഒന്നിനു പുറകെ ഒന്നായി കാണുകയാണ്. ഇല്ല, ആ കാര്യത്തെ സംബന്ധിച്ചോളം അവിടെ അങ്ങനെ ഒരു അഭിപ്രായം, ഒരു ഒറ്റപ്പെട്ട ഒരു അഭിപ്രായം ഒരാളിൻ്റെ വന്നതാണ്. ആ ഒരു അഭിപ്രായം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായമല്ല. ആ പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം എന്ന രൂപത്തിൽ ഒരു മന്ത്രി അതിനെ എടുക്കാൻ പാടില്ല. മന്ത്രി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിൽ ചാടിക്കയറി അഭിപ്രായം പറയാനില്ല. മന്ത്രി യഥാർത്ഥത്തിൽ കാര്യങ്ങൾ പഠിച്ചും മനസ്സിലാക്കിയും അതെന്താണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടുമായിരിക്കണം അതിൽ പ്രതികരണം രേഖപ്പെടുത്തേണ്ടത്. അങ്ങനെയാണ് അവിടെ ഏതെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഇഷ്യൂ പരിശോധിച്ച് അത് പരിഹരിക്കാൻ ആവശ്യമായ സമയത്തിനോടുകൂടി സമീപനം സ്വീകരിക്കണമായിരുന്നു. അല്ലാതെ നമുക്ക് തരത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ മാറ്റം വരുത്തി അദ്ദേഹം എടുത്ത നിലപാടുകൾ നമുക്ക് യോജിക്കാൻ കഴിയാത്തതായി, ആ യോജിക്കാൻ കഴിയാത്ത നിലപാടിൽ നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയുന്നു. ആ വ്യക്തിപരമായ അഭിപ്രായത്തെ സാമാന്യവൽക്കരിച്ചിട്ടൊരു ഗവൺമെൻറ് ആ നിലപാടിലേക്ക് വരാമോ? അത് അങ്ങേയറ്റം ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്വ രാജ്യത്തിൽ നിന്ന് ഒളിച്ചോട്ടമല്ലേ, ഭരണപരമായ പരാജയമല്ലേ? ഒരു കാരണവശാലും സംഭവിച്ചു. നിശ്ചയമായും ഇത് കൊടുക്കുന്ന കൂട്ടർക്കും ഏറ്റവും കൂടുതൽ വാങ്ങിക്കഴിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതിൽ പലരും ഉച്ചയ്ക്ക് ഭക്ഷണം കയ്യിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങി കഴിക്കാൻ വരുമാനമില്ലാത്തവരാണ്. കൂട്ടിരിപ്പുകാരുണ്ട്, രോഗികളുണ്ട്. രോഗിക്ക് ഇനി പൈസ ഉണ്ടെങ്കിൽ പോലും എഴുന്നേറ്റ് വാങ്ങിക്കാൻ പോകാനില്ലാത്തവരുണ്ട്. അതിന് കൂടെ നിൽക്കുന്ന ആരെയും പറഞ്ഞുവിടും, അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നവരെ പറഞ്ഞുവിടും, എനിക്ക് കൂടെ ഒരെണ്ണം വാങ്ങിക്കൊണ്ട് തരാമോ? അങ്ങനെ കഴിക്കുന്നവരുണ്ട്. ഞങ്ങൾക്കിതെല്ലാം അറിയാം, ഞങ്ങൾ നേരിട്ട് ഇത് കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലായ്പ്പോഴും എന്തോ ഒരു ആശ്വാസകരമായ ഒരു പ്രവർത്തനമാണെന്നറിയാമോ ആശുപത്രികളിൽ ഈ ഭക്ഷണം കിട്ടുന്നത്. ഒരാൾ മരുന്നെല്ലാം കഴിച്ചു എന്നുള്ളത് കൊണ്ട് രോഗിക്ക് രോഗം ഭേദമാകുന്നില്ല. ആ മരുന്നിനോടൊപ്പം ഭക്ഷണം കൂടി കഴിച്ചെങ്കിലേ കഴിക്കുന്ന മരുന്നിന് പ്രയോജനം ഉണ്ടാകുന്നത് ഡോക്ടർമാർ തന്നെ പറയും. അപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ ഒരു അവസ്ഥ ഞങ്ങൾ കണ്ടിട്ടുണ്ട് നേരിട്ട്. കോവിഡ് കാലഘട്ടത്തിൽ 2 ദിവസത്തെ ബഹളം മെഡിക്കൽ കോളേജ് ഞാൻ കണ്ടതാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇത്രത്തോളമുള്ള പ്രവർത്തനത്തിന് നേരിട്ടിറങ്ങാൻ തയ്യാറായത്. അപ്പോൾ ചില സ്ഥലത്ത് വീടുകളിൽ നിന്ന് വിളിക്കും. അന്ന് ഈ കോവിഡ് സമയത്ത് വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്നടുത്തൊരു വീട്ടിലുണ്ട്, വരാൻ ആരുമില്ല, ഞങ്ങൾക്ക് കൂടി ചില ഭക്ഷണം തരാമോ? ഞങ്ങൾ ബൈക്കിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാർ നിരവധി വീടുകളിൽ ബൈക്ക് കൊണ്ട് കൊടുക്കാൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതൊരു സേവനബോധത്തിലൂന്നി മനുഷ്യത്വപരമായ പ്രവർത്തനം ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയൊരു ദൗത്യമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനമെങ്കിലും സങ്കുചിതമായ രാഷ്ട്രീയം വെടിഞ്ഞ് അതിനെ മറ്റു രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കാതെ മനുഷ്യത്വപരമായി കണ്ടുപോകേണ്ടേ. അവിടെയാണ് യഥാർത്ഥത്തിൽ മാനവികത ഉയരേണ്ടത്. അവിടെയാണ് ജനകീയ ബോധം ഉള്ളിൽ തട്ടി പ്രതികരിക്കേണ്ടത്. കാര്യങ്ങൾ പഠിച്ചും മനസ്സിലാക്കിയും കാര്യങ്ങളിൽ ഇടപെടേണ്ടത്. അങ്ങനെ വന്നില്ല എന്നുള്ളതാണ് ബഹുമാനായ മന്ത്രിയോടുള്ള വിമർശനം ഞങ്ങൾ ഈ സന്ദർഭത്തിൽ.
അത് അനുഭവിച്ചറിയാൻ പോകുന്ന കാര്യം ഓരോരുത്തരും ഞാൻ പറയേണ്ട കാര്യമല്ല, UDF പറയേണ്ട കാര്യമല്ല. ഇവിടുന്ന് 2 മാസമായ സർക്കാരാണ് തീരുമാനം വരുമ്പോൾ സ്വാഭാവികമായി നെഗറ്റീവ് ആവുന്നത് എല്ലാം നമുക്കെല്ലാം അറിയാം. ഇപ്പോൾ നമ്മുടെ UDF ഗവൺമെൻറ് 2 മാസത്തോളാകുമ്പോൾ ഏതെല്ലാം പ്രവർത്തനങ്ങൾ അവർ പിന്നോക്കം പോകേണ്ട സ്ഥിതി വന്നു, എത്ര U-ടേൺ വന്നു, എത്ര മലക്കം മറിഞ്ഞു. മുഖ്യമന്ത്രി ആദ്യം മുതൽ തന്നെ പല കാര്യത്തിൽ മലക്കം മറിയുന്ന രംഗം നമ്മൾ കണ്ടതല്ലേ. ഞാൻ തന്നെ കൂടെ പറഞ്ഞിരുന്നല്ലോ, ഏറ്റവും അവസാനത്തല്ലേ ടാറ്റ. നമ്മുടെ യഥാർത്ഥത്തിൽ ടാറ്റയെ കൊണ്ട് ടാറ്റ പറയിപ്പിച്ചൊരു മുഖ്യമന്ത്രി ആണെന്ന് ചോദിച്ചാൽ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അല്ലേ. ടാറ്റ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. ഏത് കപ്പൽ നിർമ്മാണത്തെക്കുറിച്ച് ആലോചിച്ച് ഒരു പ്രോജക്റ്റ് കൊടുത്തിട്ടുള്ള ഒരു അംഗീകാരം കൊടുത്ത വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു ഞാൻ. അതാരാന്നറിയോ? പൊന്നാനി തുറമുഖത്ത് PPP പ്രോജക്റ്റായിട്ട് ഒരു ചെറുകിട കപ്പൽ നിർമ്മാണശാല 30 ഏക്കർ സ്ഥലം എടുത്തിട്ടുണ്ട്. ആ 30 ഏക്കർ സ്ഥലം പൊന്നാനിയിൽ എടുത്തിരിക്കുന്നത് PPP പ്രോജക്റ്റായിട്ട് നടപ്പാക്കാൻ വേണ്ടി അതിൻ്റെ നേരത്തെ നിരാക്ഷേപപത്രം ക്ഷണിച്ചിരുന്നു. നേരത്തെ ക്ഷണിച്ചതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. അതിൻ്റെ പ്രോജക്റ്റ് പൂർത്തിയായി. മാരിടൈം ബോർഡ് തീരുമാനിച്ചു, ഗവൺമെൻറ്റിലേക്ക് തന്നു. ഗവൺമെൻറ് അതിന് അംഗീകാരം കൊടുത്തു. ആ PPP പ്രോജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു വരുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് വന്നത്. അങ്ങനെ കേരളത്തിൽ ഇപ്പോൾ പുതിയതായി കപ്പൽ നിർമ്മാണ കേന്ദ്രം ആരംഭിക്കാൻ മാരിടൈം ബോർഡ് തീരുമാനിച്ച PPP പ്രോജക്റ്റ് ആകെ ഉള്ളത് പൊന്നാനിയാണ്. 30 ഏക്കർ സ്ഥലത്ത് ചെറുകിട കപ്പൽ നിർമ്മാണ കേന്ദ്രം. വേറൊന്നും ആലോചിച്ചിരുന്നില്ല. അതാണ് ടാറ്റ പറഞ്ഞത്, ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചേ ഇല്ല. അപ്പോൾ ടാറ്റ 10,000 കോടിയുടെ നിക്ഷേപം എന്ന് ഒരു ദിവസം പറയുക, പിറ്റേ ദിവസം ടാറ്റ തന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല കപ്പൽ നിർമ്മാണ കേന്ദ്രം പറയുക. പിന്നീട് അതിന് ന്യായീകരിക്കാൻ വേണ്ടി മറ്റു ചില കാര്യങ്ങൾക്ക് വന്ന ചിത്രം കൊടുക്കുക. നമ്മൾ കണ്ടല്ലോ, വീണ്ടും ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പിന്നെ പത്രക്കാരോട് നേരിട്ട് പറയുന്നില്ല, പിന്നെ പ്രസ് റിലീസ് കൊടുക്കുക. ഇത്തരം അവസ്ഥ ഒന്നിനു പുറകെ ഒന്നായി നമ്മൾ കാണുകയല്ലേ. ഒരു ഘട്ടങ്ങളാണോ? അപ്പോൾ ഒന്ന് പറയുക, മറ്റൊന്ന് പ്രവർത്തിക്കുക. ഈ രൂപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. PMCയുടെ വിഷയത്തിൽ നമ്മൾ കണ്ടു. അതുപോലെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ വഖഫ് ബോർഡിൻ്റെ വിഷയത്തിൽ കണ്ടു. ഇതിലെല്ലാം എടുക്കുമ്പോൾ ഗവൺമെൻറ് പറഞ്ഞോടത്ത് നിൽക്കുന്നില്ല, U-ടേൺ അടിച്ച് പോകേണ്ട സ്ഥിതിയിലേക്ക് വരുന്നു. ഓരോ വിഷയങ്ങളിലും എടുത്തു പോകുന്ന നിലപാടുകൾ യഥാർത്ഥത്തിൽ പറയുന്നതും പ്രവൃത്തിയും തമ്മിൽ വ്യത്യസ്തങ്ങളായി വരുന്നു. രണ്ടും തമ്മിൽ ബന്ധമില്ലാതെ വരും. ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും നമ്മൾ കണ്ടതല്ലേ. ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല എന്നായിരുന്നു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ സബ്മിഷൻ ഉന്നയിച്ചപ്പോൾ നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. ജൂൺ മാസം 29-ാം തീയതി MSCയും അതേപോലെ തന്നെ ഇപ്പുറത്ത് അദാനിയും തമ്മിൽ MOU ഒപ്പിട്ടു എന്ന കാര്യം അറിയും. അത് ഒരു ഇംഗ്ലീഷ് പത്രം ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഒരു മലയാള പത്രം 3-ാം തീയതി റിപ്പോർട്ട് ചെയ്യുന്നു. 5-ാം തീയതി ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു. ദേശാഭിമാനിയുടെ മാത്രം എടുത്ത് കാണിക്കുന്ന ആദ്യം റിപ്പോർട്ട് ചെയ്ത് 2 പത്രത്തെ കാണിക്കുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ആ സംഭവങ്ങൾ ഉൾപ്പെടെ നിയമസഭയിൽ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടില്ല. നമുക്ക് സാമാന്യ ബുദ്ധിയിൽ ആലോചിച്ചാൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ 49% ഷെയർ 13,200 കോടി രൂപ ഇപ്പോൾ MSCയുടെ ഭാഗത്തുനിന്ന് വാങ്ങിക്കൂട്ടുന്നൊരവസ്ഥയിലേക്ക് വരാൻ MOU ഒപ്പിടുമ്പോൾ ആ MOU ഒപ്പിടുന്നതിന് മുമ്പേ നമ്മുടെ കരാർ അനുസരിച്ചുള്ള 5.3 ക്ലോസിൽ പറയുന്ന മുൻകൂട്ടി അനുമതി സംസ്ഥാന ഗവൺമെൻറ് വാങ്ങണം എന്ന കാര്യം മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്ന് പറയാൻ കഴിയുമോ? അറിയാതെ അദാനിയെപ്പോൾ ഒരാൾ എങ്ങനെ പോയി MOU ഒപ്പിടുവോ? MSC അതിലേക്ക് വരുമോ? സാമാന്യ ബുദ്ധിയിൽ നമ്മൾ ആലോചിച്ചാൽ പോലെ. അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി എല്ലാം മറച്ചു പിടിച്ചും പറയുന്നത് പിന്നെ തിരുത്തി പറയേണ്ട സ്ഥിതിയിലേക്കും വരുന്ന രൂപത്തിലേക്ക് എത്തുന്ന ഒരു ഗവൺമെൻറ് 2 മാസത്തെ ഓരോ രംഗത്തെയും ഏത് ഉദാഹരണം എടുത്താലും അതിലില്ല. പറയുന്നതൊന്നും പ്രവൃത്തി വേണം. ഈ രൂപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷങ്ങളാണ്. അതിൻ്റെ ഭാഗമാണ് ഏറ്റവും അവസാനം ഇപ്പോൾ കറണ്ട് കട്ടിലും നമ്മൾ കാണുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ബ്ലോക്കിൽ നിർമ്മാണ പ്രതിസന്ധിയുണ്ട്, നിർമ്മാണ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി മത്സ്യസഭ പറഞ്ഞത് വളരെ വേഗത്തിൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്ഘാടനം നടത്താൻ വേണ്ടി നടത്തിയ ചില അശാസ്ത്രീയ രീതികളാണെന്നാണ് എന്തായാലും ആവശ്യപ്പെടുന്നത്. അത് അദ്ദേഹത്തിൻ്റെ തെറ്റായ വിശദീകരണമാണ്. കാരണം അതിൻ്റെ ഹൈറ്റ്സാണ് അതിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്നത്. സർക്കാർ ഏജൻസി തന്നെയാണ്. മറ്റ് പ്രൈവറ്റ് കോൺട്രാക്ടേഴ്സ് അല്ല കാര്യങ്ങൾ നീക്കിയിരുന്നത്. അത് മാത്രമല്ല, ഹൈറ്റ്സിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് പൂർത്തീകരിച്ച് ബിൽഡിംഗ് മെഡിക്കൽ
കോളേജിനെ ഏൽപ്പിച്ചിട്ടില്ല. ആ ഘട്ടം വരുന്നതേ ഉള്ളൂ. അത് അവസാനമായി നടക്കേണ്ടുന്ന പുറംപണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീർന്നിട്ടായിരിക്കും ആ പ്രോജക്റ്റ് പൂർത്തീകരിച്ച് ഏൽപ്പിക്കുക. അത് പൂർത്തീകരിക്കുമ്പോൾ ഇവർ ഈ പറയുന്ന ന്യൂനതകളെല്ലാം പരിഹരിച്ച് അവർക്ക് ഏൽപ്പിച്ച് വാങ്ങിയാൽ മതി. അങ്ങനെയല്ലേ കാര്യങ്ങൾ നിൽക്കുന്നത്. കിപ്പിയാണ് അതിൻ്റെ ഫണ്ട്, ഗേറ്റ്സ് ആയിരുന്നു അതിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്നത്. അപ്പോൾ കൃത്യമായി അവരത് പരിശോധിച്ച് മാത്രമേ തിരിച്ച് മെഡിക്കൽ കോളേജ് ഹാൻഡ് ഓവർ ചെയ്യാവൂ. ഇതുവരെ ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല പ്രോജക്ട്സ്. അവർക്കറിയാം. അത് പറഞ്ഞെങ്കിലേ അങ്ങനെ ഏറ്റെടുത്തെങ്കിൽ മാത്രമല്ലേ ആ പറയുന്ന ചെലവിൻ്റെ അടിസ്ഥാനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.